നമസ്കാരം. അങ്കമനിടയുടെ ഏറ്റവും പുതിയ ഷോർട്ട് വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നു മുതൽ മലയാള സിനിമ ഒരു ചരിത്രം കുറിക്കുകയാണ്. പ്രത്യേകിച്ച് സിനിമാ തിയേറ്ററുകൾ. ഇന്നലെ മുതൽ തുടങ്ങിയതാണ് കേട്ടോ. തുടരും എന്ന ചിത്രത്തിന്റെ വിജയവിശേഷമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ലാലേട്ടന്റെ അവതാരം ജനിച്ചു കഴിഞ്ഞു. ഷൺമുഖൻ എന്ന പേരിൽ, ബെൻസ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ആ ടാക്സി ഡ്രൈവർ അങ്ങനെ തന്റെ വിജയ് യാത്ര തന്റെ ടാക്സി കാറിൽ കേരളമൊട്ടുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം മാത്രമല്ല, ഇപ്പോൾ കിട്ടിയ വിവരപ്രകാരം സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും നല്ല അഭിപ്രായത്തോടു കൂടി ചിത്രം മുന്നേറുകയാണ്. ഇനിയും ഒരുപാട് സെന്ററുകൾ അതുപോലെ തന്നെ ഷോകളും ആഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നു. ഒരുവിധം ഒരു പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് ഈ സിനിമ എത്തുകയാണെങ്കിൽ മലയാളം കണ്ട എക്കാലത്തെയും വലിയ യഥാർത്ഥ വിജയ ചിത്രമായിട്ട് ഈ സിനിമ മാറും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ രാഗത്തിൽ ഈ ഒരു ആഴ്ചക്ക് ടിക്കറ്റ് ഇല്ല കേട്ടോ. അമ്മാതിരി തിരക്കാണ്. ഇന്നലെ തന്നെ ബുക്ക് മൈ ഷോയിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം വരെ ബുക്ക് മൈ ഷോയിൽ അധികം റീച്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞ് പലരും വലിയ രീതിയിൽ വിഷമങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതൊക്കെ കണ്ടു. എന്തിനിങ്ങനെ ഈ ഫാൻസ് പോരാട്ടങ്ങൾ, മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ് വെറുതെ നിങ്ങൾ ഫാൻസുകൾ തമ്മിലടിക്കാതെ നല്ല സിനിമകൾ വിജയിപ്പിക്കാൻ ശ്രമിക്കുക. രണ്ടുപേരുടെയും നല്ല സിനിമകൾ വരുന്നുണ്ട്. രണ്ടുപേരെയും പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നേറുന്നതാണ് മലയാള സിനിമയുടെ വിജയത്തിനും മലയാള സിനിമ ഇൻഡസ്ട്രിക്കും കേരളത്തിനുമൊക്കെ നല്ല ഒരു മാതൃക. അത് തന്നെയാണ് സംഭവിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ ഒരു അങ്കമാലി ഡയറി എന്ന സിനിമ ലവർ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ തിയേറ്ററിൽ, അതായത് തൃശ്ശൂർ രാഗത്തിലെ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു. തുടർച്ചയായിട്ടുള്ള ഹൗസ്ഫുൾ ഷോകളാണ് ഈ ആഴ്ച മുഴുവൻ അവർ പാക്കഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു അത്ഭുതമല്ലാതായി മാറിയിരിക്കുകയാണ്. ഇന്നു മുതൽ ഒരു വലിയ ചരിത്രം സംഭവിക്കുകയാണ്. അത്ഭുതമല്ലാതാവുകയാണ് ഹൗസ്ഫുൾ ഷോകൾ. ഹൗസ്ഫുൾ ഷോകൾ ഒരു അത്ഭുതമല്ലാതാകുന്ന കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് തിയേറ്റർ പ്രവർത്തകരും തിയേറ്റർ ഉടമകളും വലിയ ആഗ്രഹത്തോടെ കാത്തിരുന്നിരുന്നു. ഇത് അങ്ങനെ സംഭവ്യമായിരിക്കുകയാണ് തുടരും എന്ന ചിത്രത്തിലൂടെ. അങ്ങനെ രജപുത്ത ഫിലിംസിൻ്റെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആ ഒരു നിർമ്മാതാവിന് വലിയൊരു വിജയം തന്നെയാണ് ലാലേട്ടനും തരുൺമൂർത്തിയും കൂടി അങ്ങ് കയ്യിൽ കൊടുത്തിരിക്കുന്നത്. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ 2025 വലിയ നിർണായകമായ വർഷമായിരുന്നു. ആ നിർണായക വിജയങ്ങൾ നേടിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ആ ഒരു കാലിബർ എവിടെയും പോയിട്ടില്ലെന്ന് തൻ്റെ ആരാധകരെയും അതുപോലെ തന്നെ തൻ്റെ എതിരാളികളെയും ഒരുപോലെ തന്നെ വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ലാലേട്ട, നിങ്ങളെ ഈ ഒരു പച്ചയായ ഒരു മനുഷ്യനായി കണ്ടിട്ട് ഒരുപാട് നാളുകളായി. ദൃശ്യം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് അല്പമെങ്കിലും ഞാൻ കണ്ടത് ഒപ്പം എന്ന സിനിമയിലും നേരെന്ന സിനിമയിലുമാണ്. അതിനുശേഷം നിങ്ങളെ ഇങ്ങനെ കാണുവാൻ സാധിച്ചത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആ ഒരു സന്തോഷത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് ഒരു സിനിമ കണ്ട് നെഞ്ചു വിരിച്ച് വരിക എന്നൊക്കെ പറയില്ലേ, ആ നെഞ്ചു വിരിച്ച് വരാനായിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഒരു സിനിമയ്ക്കും സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല.